മെഡിക്കൽ ഫീൽഡിൽ ഇതുവരെ നടന്നിരിക്കുന്ന സ്റ്റഡീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ കൺസെപ്റ്റ് അല്ല, ഞാൻ ജനറലി നമ്മൾ മെഡിക്കൽ സയൻസ് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് 2 തരം സ്റ്റഡീസാണ് നമ്മളിപ്പം ലോകത്ത് മെയിൻലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു ഏകദേശം 1970s മുതലാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വന്നത്. ഇപ്പോൾ ഒരു 50 വർഷമായിട്ട് 50-55 വർഷമായിട്ട് അതിൻ്റെ സ്റ്റഡീസ് അത് വളരെ വിപുലമായിക്കൊണ്ടിരിക്കുക. അതിൽ ഒന്ന് NED സ്റ്റഡീസ്, നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അതാണ് ഇവരൊക്കെ പലരും പറയുന്ന എക്സ്പീരിയൻസ്. രണ്ടാമത്തെ റീഇൻകാർണേഷൻ സ്റ്റഡീസ്, നമ്മുടെ പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ചുള്ള സ്റ്റഡി. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് സ്റ്റഡിയിൽ നമ്മളിവർ പറഞ്ഞതും അതുമായിട്ട് ചേരുന്നുണ്ട്. അത് 1-2 പേരെ ഒന്നും വെച്ചല്ല, തൗസൻഡ്സ് ഓഫ് പീപ്പിളിനെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിലൊരു കാർഡിയോളജിസ്റ്റാണ് ഞാനൊരു ലാൻസെറ്റിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അദ്ദേഹം 1000 വന്നു കഴിഞ്ഞിട്ടാണ് അത് ചെയ്തത്. അത് ലാൻസെറ്റിൽ, അതായത് മെഡിക്കൽ ഏറ്റവും ടോപ്പ് ജേർണൽസ് ആണ് ലാൻസെറ്റ് എന്നൊക്കെ പറയുന്നത്, അതിലും വന്നിട്ടുള്ളതാണ്. അപ്പം അതിൽ അദ്ദേഹം അതൊരു ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, നമ്മളുടെയൊക്കെ സ്റ്റെൻഡ് ഇടുന്ന കാർഡിയോളജിസ്റ്റ് ഉണ്ടല്ലോ, അതായിട്ട് ഡച്ച് കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിൽ വന്നിരുന്ന എല്ലാവർക്കും ഒരു കോമൺ പാറ്റേൺ ആണ് കാണുന്നത്. അതായത് ഇങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് അവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് കുറച്ച് നേരമായിട്ട് ഞാൻ മറുപടി പറയാൻ തുടങ്ങിയ ഒരു കാര്യം, അന്നൊക്കെ ഈ ആത്മീയത തല്ലുകൂടി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ആഞ്ഞ് തല്ലാണ്. അപ്പൊ നമുക്ക് ഈ തല്ലുകൂടി തീരുമാനിക്കേണ്ട കാര്യമില്ല, അതൊരു എക്സ്പീരിയൻസ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഭാരതീയ ദർശനങ്ങളോ അല്ല ലോകത്തുള്ള പല തരത്തിലുള്ള ദർശനങ്ങളോ ഒക്കെ, അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾ അവിടെ ബഹളം വെക്കുന്നതായിട്ടും അവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ബഹളം വെക്കുന്നതായിട്ട് തോന്നുന്ന ഒരു നിങ്ങൾ കടന്നു പോകുന്നത്. ഈവൻ ആ നിയർ ഡെത്ത് എക്സ്പീരിയൻസിന്റെ കേസുകൾ പോലും ബ്രെയിനിലേക്ക് ഓക്സിജൻ കണ്ടന്റ് കുറയുമ്പോൾ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ഹാലൂസിനേഷൻസും ഫീലിങ്സും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മനഃശാസ്ത്രത്തെ തള്ളിപ്പറയുകയോ ആത്മീയതയെ തള്ളിപ്പറയുകയോ എന്നതിനപ്പുറത്ത് ഇതൊരു ഇന്റഗ്രേറ്റഡ് വേർഷനിൽ ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ആത്മീയതയും ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത മനഃശാസ്ത്രവും നന്മയും, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നന്മയും സ്നേഹവും പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന എന്തുമാണ് ഇന്ന് ഈ സമൂഹത്തിൽ യഥാർത്ഥത്തിൽ വേണ്ടത്. നമ്മള് ആത്മാവുണ്ടോ എന്ന്, അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. ഒരു മനഃശാസ്ത്രത്തിന്റെ ഭാഷയിലല്ല താങ്കൾ പറയുന്നത്. താങ്കൾ പറയുന്നത് ജനത്തിന് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ അപകടമാണെങ്കിൽ മുന്നോട്ട് പോയിക്കോട്ടെ. അതല്ല നമ്മൾ ഇതിനെക്കുറിച്ച് തുറന്ന മനസ്സോടുകൂടി പരസ്പരം മനസ്സിലാക്കപ്പെടണം എന്നുള്ളൊരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. ഇപ്പൊ നമുക്കൊരു എക്സ്പീരിയൻസ് അവർക്കുണ്ട്, നമ്മൾ പൂർണ്ണമായി തള്ളിക്കളയണമെന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ഇവർ പറയുന്ന അവരുടെ ഓരോരുത്തർ എക്സ്പീരിയൻസ്, താങ്കൾ എടുക്കുന്ന ഒരു ശാസ്ത്രീയ നിലപാടാണോ വ്യക്തിപരമായ? ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ശാസ്ത്രീയപരമായ രീതിയിലുള്ള പഠനങ്ങൾ തീർച്ചയായിട്ടും ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ദർശനങ്ങൾക്ക് ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്.